നമസ്കാരം. മസാക്കാട്ടുകാണ്. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഒരു അതുല്യ പ്രതിഭയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പം അതുല്യ പ്രതിഭ എന്ന് പറഞ്ഞാൽ സംഗീതത്തിൽ ഒരുപാട് മാസ്മരികതകളുള്ള, ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരു അതുല്യ കലാകാരൻ, അതായത് ഗായകൻ, അതിലുപരി മ്യൂസിക് ഡയറക്ടർ, അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. ഏകദേശം ഒരു 26 വർഷത്തോളം ഞങ്ങൾ അത്രത്തോളം ആത്മബന്ധമുണ്ട്. ഒരുപാട് നാളുകളായി ഞങ്ങൾ നേരിൽ കണ്ടിട്ട്. അപ്പം അദ്ദേഹത്തിനെയാണ് പരിചയപ്പെടാനായിട്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും കുറച്ച് നൊസ്റ്റാൾജിക് പ്രണയഗാനങ്ങളുമായി നമുക്ക് അല്പനിമിഷം എന്റർടൈൻ ചെയ്യാം. വെൽക്കം. നമസ്കാരം. സുമേഷ് കൃഷ്ണ ഏകദേശം 2001, 2002, 2003 കാലഘട്ടത്തിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷേ കൊല്ലം SM കോളേജിൽ വെച്ചിട്ടാണ്. അപ്പം അന്ന് സത്യത്തിൽ ഞാൻ സ്കെൽറ്റാട്ടേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇദ്ദേഹവും അതേപോലെയാണ്. അതാണ് പറഞ്ഞത്, സംഗീതത്തിന് മാത്രമേ ഉള്ളൂ വർണ്ണമോ നിറമോ മറ്റൊന്നുമില്ലാത്ത ഒരേ ഒരു കലാരൂപം സംഗീതമാണ്. കാരണം അവരുടെ ആ ഒരു എന്താ പറയുക, പാട്ടുകൾ അത് ജനഹൃദയങ്ങളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരതിനെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അപ്പം ഇദ്ദേഹം കാണുമ്പോഴൊക്കെ അത്രയും പരിചയപ്പെടുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് എന്നെ ആകർഷിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് കാലം ഞങ്ങൾ അത്രത്തോളം നല്ല ആത്മബന്ധം പുലർത്തിയ സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇപ്പം ഞാൻ എൻ്റെതായ വഴിയിലേക്ക് തിരിഞ്ഞു, അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു. പിന്നെ ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തപ്പോഴാണ്, ഒരാഴ്ചയായി കാണും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും ദിവസമായിട്ടും ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഓക്കെ സൺഡേ ഞാൻ ഫ്രീ ആണ്, നമുക്ക് വീട്ടിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു മനസ്സ് സമ്മതിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വന്നതാണ്. ഇപ്പോൾ എന്താണ് പരിപാടി? ഇപ്പോൾ മ്യൂസിക് ഫീൽഡിലാണ്, പാടുന്നുണ്ട്, പ്ലേബാക്ക് സിംഗിങ് ഉണ്ട്, മ്യൂസിക് ഡയറക്ഷൻ ഉണ്ട്, പ്രോഗ്രാമുകൾ കോഴ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ മ്യൂസിക് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, പിന്നെ ഡയറക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗന്ധർവ സംഗീതം, ഐഡിയ സ്റ്റാർ സിംഗർ, ഇങ്ങനെ ഉള്ള ആദ്യകാലത്ത്, അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും TV ഒന്നും അത്ര വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ഗന്ധർവ സംഗീതമൊക്കെ വരുന്നത്. അതെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഗന്ധർവ സംഗീതം വിൻ ചെയ്തിട്ടില്ല. അത് ഏത് വർഷമായിരുന്നു? 2006. ഓക്കെ. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ്ഡാണ്. അതിലുപരി കുറെ നല്ല ഗാനങ്ങൾ, പണ്ട് എനിക്കിഷ്ടമുള്ള കുറെ നല്ല ഗാനങ്ങളുണ്ട് താങ്കൾ പാടിയ. അപ്പം അല്ലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനമുണ്ട്, ഞാനൊന്ന് പറയാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ട് ഒന്ന് പാടാമോ? നമ്മുടെ മമ്മൂക്ക അനശ്വരമാക്കിയ മുത്തുമണി തൂവൽ തരാം, ആ ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടും. ഓക്കെ. മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാടത്തരാം, മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാടത്തരാം, നറുപ്പൂവിതളി മധുരം പകരാം, ചെറുപ്പൂക്കാറ്റായി മെല്ലെ താരാട്ടാം, എൻ കനവിലുറങ്ങും കണ്ണീർ കുരുവികളെ, മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാടത്തരാം, മുത്തുമണി തൂവൽ തരാം, അല്ലിത്തളിരാടത്തരാം. ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പിന്നെ സുമേഷിനെ കാണുമ്പം എനിക്ക് ആ പാട്ടാണ് എൻ്റെ ഓർമ്മ. കുറേ പാട്ടുകളുണ്ട്, ഞാനത് പിന്നെ പറയാം. എന്നാലും എനിക്ക് ഈ പാട്ട്
പിന്നെ വികാരനൗക, പിന്നെ തരളിതരാവിൽ മൈന്യോ, ഇങ്ങനെ കുറെ പാട്ടുകൾ എന്റെ മനസ്സിൽ പതിഞ്ഞ കുറെ പാട്ടുകൾ, കളിപ്പാട്ടമായി കൺമണി, അത് സുമേഷ് പാടിയ കുറെ പാട്ടുകൾ എന്റെ മനസ്സിലുണ്ട്. അപ്പം ഈ എക്സ്പീരിയൻസിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുക. സംഗീതത്തിലേക്കും റിയാലിറ്റി ഷോയിലേക്കും വരാനുള്ള ഒരു എക്സ്പീരിയൻസ്. സംഗീതത്തിലേക്ക് വരാനുള്ള കാരണം കുഞ്ഞിലെ മുതലേ പാടുമായിരുന്നു. പാടുന്ന എനിക്ക് പാട്ട് അമ്മയിൽ നിന്നാണ് കിട്ടിയത്. അതാണ് ചോദിക്കാൻ ചോദ്യമാണത്. അമ്മ നന്നായിട്ട് പാടും. അപ്പൊ അമ്മയുടെ പാട്ടുകൾ കേട്ട് പിന്നെ അമ്മ പാട്ടുകളൊക്കെ പഠിപ്പിക്കും. അതിനുശേഷം സ്കൂൾ ലെവലിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു, സുലോചന എന്ന് പറഞ്ഞിട്ട്. ടീച്ചറാണ് എന്നെ യുവജനോത്സവങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയത്. അവിടുന്ന് പിന്നീട് മത്സരിച്ചു, വിജയിച്ചു. അതിനുശേഷം സംഗീത പഠനമൊക്കെ തുടങ്ങി. പിന്നെ റിയാലിറ്റി ഷോസിലേക്ക് വന്നു. കോളേജ് കാലഘട്ടത്തിലേക്ക് വന്ന റിയാലിറ്റി ഷോസിലേക്ക് വന്നു. അപ്പോൾ റിയാലിറ്റി ഷോയിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സിന്റെ കൂടെയും അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അവരെ കാണാനും സംസാരിക്കാനും അതുപോലെ അവരിൽ നിന്നും കുറെ അധികം പാഠങ്ങൾ കുറെ നമുക്ക് പഠിക്കാൻ പറ്റി. എങ്ങനെ പാടണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. സത്യത്തിൽ നമ്മുടെ ആദ്യ പാഠം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം അതിന്റെ പ്രചോദനം എന്ന് പറയുന്നത് അമ്മയാണ്. സത്യം. അതൊരു എന്താ പറയുക, ഏതൊരു കലാകാരന്റെയും ഒരു പ്രത്യേകിച്ച് ഗായകരുടെ ആയാലും ഏത് കലാഫീൽഡിൽ നിൽക്കുന്നവരുടെ ആയാലും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനമാണ് ഒരു കലാകാരന്റെ എപ്പോഴും ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാം നമുക്ക്. നമ്മുടെ പിന്നെ കളിപ്പാട്ടമായി കൺമണി എന്ന് പറയുന്ന ആ ഗാനം നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കുക. മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ, മലർനിലാവിൻ പൈതലേ മൊഴിയിലുതിരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ, മനപ്പന്തലിൽ മഞ്ചലിൽ മൗനമായി മയങ്ങുന്നതും കാത്തു ഞാൻ കൂട്ടിരുന്നു. അറിയാതിരിന്നിൽ ഞാൻ വീണലിഞ്ഞു ഉയിർപ്പൈകിളി എന്നുമീ യാത്രയിൽ നിൻ നിഴൽ പാടു ഞാനോമനേ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണ മീട്ടുന്നു ഞാൻ. പാടിന് വേറെ പ്രത്യേകത ഉണ്ട്. സുമേഷിന് ഓർമ്മയുണ്ടോന്ന് അറിയാനില്ല. പക്ഷെ മുഖത്തുള്ള ക്ഷേത്രത്തില് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുൻപ് 1-ാം ഉത്സവത്തിന് സുമേഷിന്റെ ഗാനങ്ങളുണ്ടായിരുന്നു. അപ്പം സുമേഷ് ഈ പാട്ട് പാടിയപ്പോൾ അവിടെ ചേട്ടൻ സുമേഷിന്റെ അത്രയും ഉള്ള ഒരു നാരങ്ങാമാല മാല അദ്ദേഹം സമ്മാനമായി തന്നായിരുന്നു. പുള്ളി ഹാരമായി കഴുത്തുകൾ അണിയിച്ചു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിന്നെ വെള്ളമുണ്ടും ഒരു ചെങ്കൽ കളർ ഷർട്ടും ഒക്കെ ഇട്ടൊരു ചേട്ടൻ ജസ്റ്റ് കൂടി വന്നിട്ട് അത്രയും ഉള്ള ഒരു നാരങ്ങാമാല പുള്ളി പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് കേട്ടോ. അത് ഇപ്പൊ ഏകദേശം ആ ചേട്ടനാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടാ നമ്മുടെ ഒരു മാമൻ തന്നെ, മീൻസ് നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ഫാമിലി ആയിട്ട് അറിയാം. അദ്ദേഹം ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഒരു ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് മീൻസ് ഒരു കവിത എഴുതിയായിരുന്നു. ആ കവിത ഞാൻ ട്യൂൺ ചെയ്തു, പാടുകയും ചെയ്തു, യൂട്യൂബിൽ റിലീസ് ചെയ്യുകയും ചെയ്തു. അത് ഓർമ്മയിൽ എന്റെ പൊന്നോണം എന്ന് പറഞ്ഞ. അപ്പം അദ്ദേഹത്തിന്റെ പേര് വിജയൻ ടാറ്റു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു. അപ്പൊ അവരുടെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടൊരു ഓണ സമയത്ത് നമുക്ക് ഇവരൊന്നും അടുത്തില്ലാതിരിക്കുമ്പോഴുള്ളൊരു അപ്പൊ അതിനെക്കുറിച്ചൊരു നമ്മളൊരു വർക്ക് ചെയ്തിരുന്നു. അത് വളരെ നല്ല അഭിപ്രായം കിട്ടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹമാണ് അന്ന്, അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദിയാണ്. കാരണം പറഞ്ഞാൽ ഒരു കലാകാരനെ അങ്ങനെ എന്താ പറയുന്നത്, അത് അങ്ങനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കലാ ആസ്വാദകനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അത് എവിടെ പോയാലും നമുക്ക് ഏത് വേദിയിൽ പോയാലും ചിലർ നമ്മളെ
നമ്മൾ വ്യത്യസ്തമാണെന്ന് കാണുന്ന ചില ആൾക്കാരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ അംഗീകരിക്കുന്നത്. അല്ല, ഞാനും അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. പാടി കഴിയുമ്പോ തീർന്നപ്പോഴത്തേക്ക് വർഷം എത്രയാണ്? എനിക്ക് 18 വർഷത്തോളം അത്രയാണ്. പക്ഷെ എങ്കിലും എന്റെ ഓർമ്മ കറക്റ്റാണ്. അപ്പം പിന്നെ ഫാമിലി വിശേഷങ്ങൾ പറയാം. വീട്ടില് അച്ഛൻ മരിച്ചു. ഇപ്പം പിന്നെ അമ്മയുണ്ട്, പിന്നെ സഹോദരി, ആ സഹോദരിയുടെ ഹസ്ബൻഡ്, 2 മക്കൾ, പിന്നെ ഞാൻ. അപ്പം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഈ മമ്മൂക്ക തന്നെ മിശ്രമാക്കിയ തരളിതരാവിൽ മയങ്ങിയു എന്ന് പറയുന്ന ആ ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലോചിക്കുകയാണ്. തീർച്ചയായും. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം, ഏതു വിമുഖത്തലങ്ങളിൽ ജീവിതനൗകയിതേറുമോ, ദൂരെ ദൂരയായൻ തീരമില്ലയോ, തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം. ഒരുപാട് സന്തോഷം. ഇപ്പം ഗാനമേള സമിതികളിൽ നിറസാന്നിധ്യമാണോ? ഗാനമേളകൾ ചെയ്യുന്നുണ്ട്. ഏത് സമിതിയാണ്? ഇപ്പൊ ഞാൻ സ്ഥിരം ഒരു ഗ്രൂപ്പായിട്ടൊന്നുമില്ല, ഫ്രീലാൻസ് ആണ്. പിന്നെ എന്റെ ബാനറിൽ വരുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ തന്നെ ജാസ് മ്യൂസിക് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്, അപ്പൊ അതിലാണ് കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം സിനിമയിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഗാനം പാടിയിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു. ഏതാ? മലയാളത്തിലും പാടി, തമിഴിലും പാടി. മലയാളത്തിൽ എന്റെ മീര എന്ന് പറയുന്നൊരു ഫിലിമായിരുന്നു. അതിലൊരു വളരെ മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ട്. ആ സിനിമയിൽ തന്നെ 2 ഭാഗങ്ങളിൽ, ക്ലൈമാക്സിൽ അതുപോലെ ഒരു മിഡിൽ പോർഷനിലും ഈ പാട്ട് യൂസ് ചെയ്യുന്നുണ്ട്. തമിഴിൽ നമ്മുടെ ഭാഗ്യരാജ് സാറിന്റെ സിനിമയായിരുന്നു അത്. അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച സിനിമയെന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ ഒരു നല്ലൊരു പാട്ട്, അതൊരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണ്. അങ്ങനെ 2 പാട്ടുകൾ സിനിമയിൽ പാടി. പിന്നെ ഇനി വേറെ വർക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ കലാകാരന്മാർക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ കലാലോകം എപ്പോഴും തിരിച്ചറിയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട കലാകാരന്മാരെല്ലാം ശ്രദ്ധിക്കപ്പെട്ടത് അവര് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ടൈമിലല്ല. അപ്പം അതൊരു എന്താ പറയുക, കലാകാരന്മാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നത്, അല്ലേ? നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഞാൻ അറിയപ്പെടും. പക്ഷെ അതൊരു ഭയങ്കര ഒരു വൈകാരികതയാണത്. കാരണം ചിലരൊക്കെ ഇത് മാനസികമായിട്ട് തകർന്ന് പിന്നെ ഇതൊക്കെ നിർത്തിപ്പോയ ആൾക്കാർ കുറെ പേരുണ്ട്. പക്ഷെ പിന്നീട് ഇപ്പോൾ ഈ ഒരു റിയാലിറ്റി വന്നപ്പോൾ കുറെ പേർക്ക് അവസരം കിട്ടി. അതൊരു വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു മുതലാണ് സംഭവം. കാരണം നല്ലൊരു കാര്യമാണത്. റിയാലിറ്റി വന്നപ്പം ഒരുപാട് അറിയപ്പെടാത്ത കലാകാരന്മാർ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടു. പക്ഷെ സുമേഷ് എന്ന് പറയുന്ന ഒരു ഗായകൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. കാരണം കലാലോകത്തിന് ഒരുപാട്, സംഗീത ലോകത്ത് ഒരുപാട് മാസ്മരികതകൾ ചെയ്യാൻ കഴിവുള്ളൊരു കലാകാരനാണ് അദ്ദേഹം. അത് സംഗീതത്തിൽ മ്യൂസിക് ഡയറക്ഷനിലായാലും പാട്ടുകളിലായാലും. കാരണം ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരു കാലഘട്ടത്തിൽ ആൽബം സോങ് ഭയങ്കര ഹിറ്റായിരുന്നു. ആൽബം സോങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബാണ് ഫാത്തിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് അന്ന് ഇവരുടെ ഒരു കൂട്ടായ്മ കൊല്ലത്ത് നമ്മുടെ ബീച്ചിലൊക്കെ ഷൂട്ട് ചെയ്ത് കുറെ ഉണ്ടല്ലേ. ഒരു നല്ല കിടുക്കാച്ച ഒരു പ്രണയഗാനമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് ആലപിക്കുക. അന്നത്തെ എന്ത് പറഞ്ഞത്, എന്നും എന്നോർമ്മയിൽ എന്നാണ് ആൽബത്തിന്റെ പേര്. ആ സീഡിയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ, അതായത് ഈ വിരകാമുകന്മാര് പോയി ഇങ്ങനെ ക്യൂ നിന്ന് മേടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ മോശമൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളു. അപ്പൊ ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടും. തീർച്ചയായിട്ടും. എന്നും എന്നോർമ്മയിൽ എന്നാണ് ആൽബത്തിന്റെ പേര്. ഈ പാട്ട് അതിന്റെ രചനയും സംഗീതവും ആലാപനവും ഞാൻ തന്നെയായിരുന്നു.
അപ്പൊ അത് പാടാം. തീർച്ചയായും. കാരണം അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, സംഗീത ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു പ്രതിഭയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം. ഓക്കെ. എന്നും എന്നോർമ്മയിൽ സഖി നീ എന്റെ സംഗീതമാ, നീ എൻ പൊൻവീണയിൽ ശ്രുതിയായി വന്നു ദേവാംഗനേ, എൻ പാട്ടിന്റെ സ്വരമാണു നീ, നിൻ പാട്ടിന്റെ ലയമാണു ഞാൻ, എൻ പാട്ടിന്റെ സ്വരമാണു നീ, നിൻ പാട്ടിന്റെ ലയമാണു ഞാൻ, ഇനി എന്നെന്നും നീ എന്നിലണയില്ലയോ എന്ന് എന്നോർമ്മയിൽ സഖി നീ എന്റെ സംഗീതമാ. ഒരുപാട് ഒരുപാട് സന്തോഷം. കുറേ നല്ല സമയം അല്പനിമിഷം നമുക്ക് വേണ്ടി പങ്കുവച്ചത്. അപ്പം ഈ ഒരു ദാസേട്ടനുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 26 വർഷമായി. 2000 നമ്മുടെ ഇന്റർ കോളേജിയേറ്റ് ഇന്റർ കോളേജിയേറ്റ് വയലാർ ഗാനാലാപന മത്സരം. അപ്പൊ അതില് 1ാം സമ്മാനം കിട്ടി. അപ്പോ അതിന് ദാസാറായിരുന്നു സമ്മാനം നൽകിയത്. പിന്നെ അവിടെ വെച്ച് പാടാൻ പറ്റി, മുമ്പിൽ പാടാൻ പറ്റി, അനുഗ്രഹങ്ങൾ നേടാൻ പറ്റി. അതൊക്കെ അതിനുശേഷം പിന്നെ കാണുന്ന ജന്തോള സംഗീതത്തിലാണ്. അത് പിന്നെ കുറെ തവണ കാണാൻ പറ്റി. ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെ ദാസേട്ടനോടൊപ്പമാണ്. അതൊരു എന്താ പറയുക, അതൊക്കെ ഈ ഒരു പ്രായത്തിലൊക്കെ സത്യത്തില് അദ്ദേഹത്തെയൊക്കെ നമ്മൾ അദ്ദേഹത്തിന് അംഗീകാരം നേടുക, നമ്മൾ അദ്ദേഹത്തെ കാണുക എന്ന് പറയുന്നത് വലിയ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു പക്ഷേ നമുക്ക് എനിക്കൊന്ന് കൊലനിസ്റ്റുകളൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഇത് കുറവാണ് അല്ലേ? വിരളമായിട്ട് മാത്രമേ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. കാരണം അദ്ദേഹം അങ്ങനെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമേ അന്ന് കച്ചേരിക്ക് വന്ന് അങ്ങനെയൊക്കെ ദൂരെ ഒരുപാട് പേര് കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു അംഗീകാരം വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതൊരു എന്താ പറയുന്നത്, സംഗീതത്തിലെ ദൈവത്തിന്റെ ഒരു എന്താ പറയുന്നത് ഗുരുത്വം എന്ന് പറയുന്ന ആ ദൈവം അനുഗ്രഹിച്ചത് തന്നെയാണത്. അപ്പൊ നമുക്ക് വേറൊരു ഗാനമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹം പാടുന്ന. അപ്പൊ എനിക്കിഷ്ടപ്പെട്ടത് മാത്രമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്നെനിക്കറിയാം. അമരം എന്ന ചിത്രത്തിൽ മമ്മൂക്ക അനശ്വരമാക്കിയ വികാര നൗക മാസ്മരിക തൊട്ടറിഞ്ഞ അതിമാന്ത്രിക സംഗീതത്തിൽ ചെയ്തൊരു ഗാനമാണത്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വികാര നൗക എന്ന് ആലപിക്കുക. തടശിലയലിയുകയായിരുന്നു വിണ്ണുര വന്നൊത്തലോടുമ്പോ, തടശിലയലിയുകയായിരുന്നു ഓമീൻ തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോൾ, തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ, നിൻ മൗനം പിൻവിളിയാണോ. അപ്പം നമ്മള് കുറെ ഗാനങ്ങൾ എനിക്കിഷ്ടപ്പെട്ട കുറെ ഗാനങ്ങൾ പറയുകയുണ്ടായി, അത് പാടുകയുണ്ടായി. പക്ഷെ സുമേഷ് അളിയന്റെ ഒരു ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ, അളിയന്റെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ കുറെ കാണും. അപ്പൊ ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം
എല്ലാം ഒരുപാട് നൊസ്റ്റാൾജിക് ഗാനങ്ങളുണ്ട്. നമുക്ക് കുറച്ച് ടൈം പിന്നെ ഓവറാണ്. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആഗ്രഹിക്കും. മയിലായി പറന്നു. ഓക്കെ. മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകി കനിവായി പൊഴിഞ്ഞുത്ത മണിപ്പേലിയൊന്നു നീയരികെ ഏഴില്ലം കാവുകൾ താണ്ടി എന്റെ ഉള്ളിൽ നീ കൂടണയോ എൻ മാറിൽ ചേർന്നു മയങ്ങാൻ 7 വർണ്ണവും നീ അണിയോ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും ആരുമാരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകി. കിടക്കാച്ചി ബ്രാച്ചിസ്. അപ്പം നമുക്ക് ഒരു ഗാനം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ഏകദേശം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ റീൽസിലേക്ക് എടുത്തിട്ട് അടക്കുന്ന ഒരു പാട്ടുണ്ട്. നമ്മുടെ ക്ഷണക്കത്ത് സിനിമയിൽ നമ്മുടെ സാർ ചെയ്ത കുറേ ഗാനങ്ങൾ അദ്ദേഹം ചെയ്തു. ഭയങ്കരമായ സാധ്യ പാട്ടുകളാണ് അതെല്ലാം. കാരണം അതൊരു പക്ഷെ അന്നൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ പിന്നെ ഇങ്ങനെ എല്ലാവരും പിന്നെ അത് മൊബൈലുകൾ തുറന്നു കഴിഞ്ഞാൽ മൊത്തം ആ പാട്ടുകളാണ്, റീൽസുകൾ മൊത്തം. അപ്പൊ അതിൽ നമ്മുടെ മംഗളങ്ങൾ അരുളും എന്ന ആ ഒരു ഗാനം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കുക. അനുരാഗമൂലും കിനാവിൽ കിളിപ്പാടുന്നതപരാധമാണു ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ ഈ മണ്ണിലെങ്ങുമേ ആലംബമില്ലയോ ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർ കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനും പരം പാടാം മറന്നു പോയോ മംഗളങ്ങളരുളും മഴനീർ കണങ്ങളെ. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. എനിക്കും ഒത്തിരി സന്തോഷം. മച്ചാൻ മീഡിയയുടെ എൻ്റെ പ്രിയ സുഹൃത്താണ്. കോളേജ് കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അപ്പോൾ ഈ ഒരു മച്ചാൻ മീഡിയയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവരും പാട്ടുകൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.